മർക്കസ് കോംപ്ലക്സ് പണയം വെച്ചുവെന്നും കാന്തപുരം ഉസ്താദ് പലിശയ്ക്ക് കൂട്ടുനിന്നുവെന്നും പറഞ്ഞ് പടകി പൊളിച്ച ആരോപണങ്ങളും വ്യാജരേഖകളും ഉയർത്തിപ്പിടിച്ച് രംഗത്തിറങ്ങാൻ ശ്രമിക്കുന്ന വിഘടിതരെ ഇദ്ദേഹത്തെ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ നേതാക്കന്മാർ തയ്യാറാക്കി കൊടുത്ത വ്യാജരേഖകളും വ്യാജ സനതുമായി നാട് മുഴുവനും നിങ്ങൾ സ്വീകരണങ്ങൾ നൽകിയത് മറക്കരുത്. ഇദ്ദേഹം ഇബ്രാഹിം ദാരിമി എന്ന വ്യാജ സഖാഫി കാരന്തൂർ സുന്നി മർക്കസിന്റെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചോ പോലീസ് പിടിയിലായപ്പോൾ മർക്കസിൽ മാപ്പ് പറയാൻ കടന്നു വന്നതും നിങ്ങൾ മറക്കരുതോ. അതുകൊണ്ട് സുന്നി കൈരളിക്കറിയാം വ്യാജരേഖകൾ പടച്ചുണ്ടാക്കുന്ന വിഷയത്തിൽ നിങ്ങൾ കഴിവ് തെളിയിച്ചവരാണെന്നോ. ഇനിയും ഞങ്ങൾ ചോദിക്കുകയാണ്, മഹാനായ കാന്തപുരം ഉസ്താദ് മർക്കസ് കോംപ്ലക്സ് പണയം വെച്ചതായും പലിശയ്ക്ക് കൊടുത്തതായും വ്യക്തമായ വല്ല രേഖയും കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമാണോ? പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്ന വിഘടിതരെ ഒരിക്കൽ കൂടി നിങ്ങളുടെ പണയവും പലിശയുമെന്ന പച്ചക്കള്ളം സുന്നി കൈരളി 6 അടി മണ്ണിൽ കുഴിച്ചു മൂടുകയാണ്. മർക്കസ് സഖാഫത്ത് സുന്നിയുടെ കീഴിലും അതിന്റെ സഹായത്താൽ ഒരുപാട് സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ മർക്കസിന്റെ സഹകരണത്തോടുകൂടി തന്നെയാണ് നടത്തുന്നത്. അങ്ങനെ നടക്കുന്നതിനിടയിൽ നമ്മുടെ കേരളത്തിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജും അതുപോലെ ഡെന്റൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തീരുമാനം വരുന്നു എന്ന് കേട്ടപ്പോൾ നമുക്ക് മർക്കസിന്റെ കീഴിൽ അങ്ങനെ ഒന്ന് എടുക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിന് അങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉയർന്നു വരുന്നതിൽ വേറെ ആരും പരിശ്രമിക്കാത്ത സ്ഥിതിക്ക് നാം തന്നെ പരിശ്രമിക്കുന്നത് നല്ലതാണെന്ന് ആർക്കെങ്കിലും തർക്കമുണ്ടാകുമോ? അങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സജീവ പ്രവർത്തകന്മാരായ KM റഹീം സാഹിബ് ചെയർമാനായി അവർ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ചേളാരിയിൽ രജിസ്റ്റർ ചെയ്ത് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ആ ട്രസ്റ്റിൽ കാന്തപുരം ഉസ്താദിന്റെ മകനെയും അവർ ഉൾപ്പെടുത്തിയിരുന്നു. ഈ മർക്കസ് അതിനുവേണ്ടി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടില്ല. അങ്ങനെ ട്രസ്റ്റ് രൂപീകരിച്ച് അവർ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഉസ്താദിന്റെ അടുക്കൽ മർക്കസ് മുഖേന ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഉസ്താദിന് സാമ്പത്തികമായി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോ ഉസ്താദിനോട് നിങ്ങൾ കുറെ ഷെയർ പരിചയമുള്ളവർക്കൊക്കെ വാങ്ങിത്തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വേറെ ഏതെങ്കിലും ഒരു ട്രസ്റ്റ് പോലെയല്ല ഈ ട്രസ്റ്റ്. നമ്മുടെ ഈ ട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റാണ്. രജിസ്റ്ററിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും വരുമാനമുണ്ടെങ്കിൽ അത് സാധുക്കൾക്ക് ഉള്ളതാണ്, ഒരു വ്യക്തിയുടെയും കീശയിലേക്ക് പോകാനുള്ളതല്ല. ഇതൊരു ബിസിനസ്സിന് വേണ്ടിയാണ് എന്ന ധാരണ പരത്താൻ വേണ്ടിയുള്ള ശ്രമമുണ്ട്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കാം. ഇങ്ങോട്ട് പറയാം, ഇത് പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. ഇത് ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഇതിന്റെ ഒരു വരുമാനവും ഒരു വ്യക്തിയുടെയും കീശയിലേക്ക് പോകാൻ വകുപ്പില്ല. ഞങ്ങൾ ഒരിക്കലും തന്നെ ഞങ്ങളെ കീശയിലേക്ക് വരാൻ വകുപ്പുള്ള ഒരു പരിപാടിയിലും ഞങ്ങൾ ഭാഗവാക്കാകാറില്ല. മറിച്ച് സമൂഹത്തിനുള്ളതിൽ മാത്രമേ ഞങ്ങളും ഞങ്ങൾ ഉസ്താദുമാരും അതുപോലെ ഞങ്ങളെ പ്രവർത്തകന്മാരും ശ്രമിക്കാറുള്ളൂ. ഇരിക്കട്ടെ, അങ്ങനെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് അവർ പ്രവർത്തനം ആരംഭിച്ചു. അതിനുശേഷം ഉസ്താദിനെ സമീപിച്ച് സഹായം പറഞ്ഞു. ഉസ്താദ് എനിക്ക് സാമ്പത്തികമായി സഹായിക്കാൻ കഴിയില്ല. അവർ പറഞ്ഞ് കുറെ ആളെ ഷെയർ പിടിച്ച് വാങ്ങിത്തരണം. ഉസ്താദ് പലരോടും പറഞ്ഞ് ഷെയർ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഭാഗത്തൊക്കെ തന്നെ എനിക്ക് പരിചയമുള്ള ചിലരോട് ഉസ്താദ് പറഞ്ഞ് ഷെയർ വാങ്ങിയത് എനിക്കറിയാം. അങ്ങനെ ഷെയർ വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ 5 കോടി ഉറുപ്പികയോളം അവിടെ ചെലവഴിച്ച്, അവിടെ പല വിഷയത്തിനുമായി ചെലവഴിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ അംഗീകാരങ്ങളും കിട്ടി. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൽ നിന്ന് ഇതിന് അംഗീകാരം കിട്ടണമെങ്കിൽ 7 കോടി ഉറുപ്പികയുടെ ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കണം. ഈ 7 കോടി ഉറുപ്പിക ആവശ്യമില്ല, മറിച്ച് ബാങ്ക് പറഞ്ഞാൽ മതി. ഇതിന് അംഗീകാരം കൊടുത്താൽ 7 കോടി ഉറുപ്പികയ്ക്ക് ഞങ്ങൾ എപ്പോഴും ഉത്തരവാദിയാണ് എന്ന് ബാങ്ക് പറഞ്ഞാൽ മതി. പൈസന്റെ ആവശ്യമില്ല. അത് ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്നവർക്കറിയാം. അപ്പൊ നമ്മൾ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് നമുക്ക് CBSE അംഗീകാരം കിട്ടണമെങ്കിൽ 60,000 ഉറുപ്പികയ്ക്ക് ബാങ്ക് ഗ്യാരണ്ടി വേണം. ആ 60,000 ഉറുപ്പിക തന്നെ നമ്മൾ കൊണ്ടുപോയി ബാങ്കിൽ കെട്ടിവെക്കുക ചെയ്യുക.
അതിങ്ങോട്ട് വാങ്ങാൻ കഴിയില്ല. എപ്പോഴും 60,000 അവിടെ തന്നെ ഉണ്ടാവും, ആ സംഖ്യ ബാങ്കിലുണ്ടാവും. 60,000 ഉറുപ്പ്യ കെട്ടിവെക്കാതെ ഇപ്പൊ നമുക്കൊരു അംഗീകാരം കിട്ടൂല. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വേണേൽ 60,000 കെട്ടിവെക്കണം. പക്ഷെ 60,000 ആയതുകൊണ്ട് നമ്മളെ സംഖ്യ ഞങ്ങൾ കെട്ടിവെച്ചേക്കും. അതിന് വേറെ ഒന്നും സ്വന്തം വില കൊണ്ടില്ല. 60,000 ഇറങ്ങോട്ട് വെച്ചാൽ ഒരിക്കലും ഇങ്ങോട്ട് വാങ്ങാൻ കഴിയില്ല. സ്കൂൾ പിരിച്ചുവിടുമ്പോൾ സ്കൂൾ അഥവാ നമ്മളങ്ങ് നിർത്തിക്കളഞ്ഞാൽ ഒരു മാസത്തെ ശമ്പളം കൊടുക്കാനുള്ള ഒരു വകുപ്പ് ഗവൺമെന്റിന് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പൈസ വാങ്ങിയിട്ട് വെക്കുകയാണ്. ഇതാണ്. ഇതുപോലെ ഒരു മെഡിക്കൽ കൗൺസിൽ ആകുമ്പോൾ ഒരു മെഡിക്കൽ കൗൺസിലിന് ഒരു മെഡിക്കൽ കോളേജ് അനുവദിക്കണമെങ്കിൽ 5 ലക്ഷം ഉറുപ്പിക അതിനും, ഡെന്റൽ കോളേജിന് 5 കോടി ഉറുപ്പിക അതിനും, 1.5 കോടി ഉറുപ്പിക ഡെന്റൽ കോളേജിനും, അങ്ങനെ ഏകദേശം 7 കോടി ഉറുപ്പികയോളം ഈ ആവശ്യത്തിന് ഗ്യാരണ്ടി വേണം. സംഖ്യ ആവശ്യമില്ല. ഇങ്ങനെ ഗ്യാരണ്ടി കൊടുക്കാൻ ട്രസ്റ്റിന്റെ കയ്യിലില്ല. അതേസമയത്ത് ഈ മെഡിക്കൽ കോളേജ് തുടങ്ങാതെ പോയാൽ ഈ ഷെയർ വാങ്ങിയ ആളുകളൊക്കെ സംഖ്യ കെട്ടിക്കിടക്കുകയും നശിച്ചുപോവുകയും ചെയ്യും. അപ്പൊ ഇതിന് ഗ്യാരണ്ടിയായി മർക്കസിന്റെ കോംപ്ലക്സിന്റെ ഒരാധാരം തന്നാൽ അതവിടെ കൊണ്ടുപോയി വെക്കും. ആ ഗ്യാരണ്ടി ആയിട്ട് പേപ്പർ അവിടെ വെക്കൽ മാത്രം, കേസൊന്നും എടുക്കണ്ട. ഇതെന്തിനാ? അഥവാ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ആ സമയത്ത് കുട്ടികളെയൊക്കെ ചേർത്തിട്ട് മെഡിക്കലിന് പഠിക്കാൻ വേണ്ടി വന്ന കുട്ടികളുടെ ഭാവി നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഗവൺമെന്റിന് അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ ആവശ്യമായ ഫണ്ട് പിടിച്ചെടുക്കാൻ വേണ്ടി ആദ്യം ഒരു ഗ്യാരണ്ടിക്ക് സെക്യൂരിറ്റി വാങ്ങി വെക്കുകയാണ് ഗവൺമെന്റ്. അപ്പൊ ആ സെക്യൂരിറ്റിക്ക് 7 കോടി ഉറുപ്പികയോളം വരുന്ന സെക്യൂരിറ്റി ഗ്യാരണ്ടി വേണം. ഈ ഗ്യാരണ്ടിക്ക് പേപ്പർ കൊടുക്കാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് മർക്കസിൽ എന്താ കാര്യം? മർക്കസിൽ നിന്ന് പഠിച്ചു വരുന്ന പാവപ്പെട്ട എത്തിയും കുട്ടികൾക്ക് ബുദ്ധിയും വിവരമുള്ളവരാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ ഫ്രീ ആയിട്ട് സീറ്റ് കിട്ടും. കുറേ എത്തിയും കുട്ടികളെ ഡോക്ടറാക്കാൻ പറ്റും, കുറേ സാധു കുട്ടികളെ ഡോക്ടറാക്കാൻ പറ്റും. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കിട്ടും. അതിന്റെ പുറമെ അത് മർക്കസിന്റെ ഒരു ഷെയറായി കണക്കാക്കും. സംഗതി നമുക്ക് 5 പൈസ മുതലുമില്ല. ഈ കടലാസ് ഒന്നാണ് വെച്ചു കൊടുത്താൽ മാത്രം മതി. ഈ ആവശ്യത്തിന് കടലാസ് ആവശ്യപ്പെട്ടു. അപ്പൊ അത് കൊടുത്തത് കൊണ്ട് മർക്കസിനൊരു തരാറും വരാനില്ല. മർക്കസിനും സാധു ജനങ്ങൾക്കും എത്തിമുട്ടിക്കും ഒരുപാട് ഗുണം കിട്ടാനുണ്ട്. അപ്പൊ ഒരു ചേതല്ലാത്ത ഉപകാരം എന്ന് പറഞ്ഞതുപോലെ നഷ്ടമില്ലാത്തൊരു ഉപകാരം എന്ന നിലക്ക് ഈ കടലാസ് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ സാധാരണ പണയത്തിന് ഒപ്പിട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ഫുള്ള് ഗ്യാരണ്ടി ആയിട്ട് ഒപ്പിട്ട് കൊടുക്കാനല്ലേ. പിന്നെ അവർക്ക് ഇത് ആവശ്യം വന്നാൽ പിടിച്ചെടുക്കാൻ കഴിയില്ലല്ലോ ബാങ്കിന്. അപ്പൊ അന്നേരം കൊടുക്കുന്ന ആവശ്യം വരില്ല. ആ നിലക്കാണ് കൊടുക്കുന്നത്. അങ്ങനെ പൂർണ്ണമായി കടലാസുകൾ ഒപ്പിട്ട് കൊടുത്തു. അത് ബാങ്കിൽ കൊണ്ടുപോയി വെച്ചു. ബാങ്കിൽ കൊണ്ടുപോയി വെച്ചപ്പോ 5 പൈസ വാങ്ങിയിട്ടില്ല. പലിശന്റെ പ്രശ്നമില്ല. വസ്തു ഈ ബാങ്ക് ഗ്യാരണ്ടിക്ക് വേണ്ടി ചോദിച്ചത് കൊടുത്തു. അത് കൊടുത്തപ്പോൾ ബാങ്ക് ഗ്യാരണ്ടി ഈ പറഞ്ഞ കക്ഷികൾക്ക് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. ഇന്നത്തെ സിറാജില് വിശദമായൊരു ലേഖനമുണ്ട്, കമാലിയ വിവാദങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ. ഇതില് അന്ന് ബാങ്ക് അയച്ച നമ്പർ 169/500 എന്ന് പറയുന്ന കത്തിന്റെ കോപ്പിയുടെ ആമുഖം കൊടുത്തിട്ടുണ്ട്. അതിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഈ ഇന്ത്യൻ മെഡിക്കൽ ആവശ്യത്തിനു വേണ്ടി ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന് നിങ്ങളുടെ ഗ്യാരണ്ടി ഇഷ്യൂ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന കത്തിന്റെ കോപ്പി ഇന്നത്തെ സിറാജിൽ കാണും. ഞാനിപ്പോ ഈ കൗൺസിലിന്റെ ചെയർമാൻ റഹീം സാഹിബ്, അദ്ദേഹം എന്റെ ചെറുപ്പത്തിലുള്ള സ്നേഹിതനാണ്. അദ്ദേഹത്തോട് പറഞ്ഞ ദി സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ഫാക്സ് ചെയ്ത് തന്നാണ്. ഇതിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അയച്ചു കൊടുത്ത കത്തിന്റെ കോപ്പിയാണ്, അവരുടെ ലെറ്റർ ഹെഡിൽ അയച്ചു കൊടുത്ത കത്ത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മർക്കസ് കോംപ്ലക്സിന്റെ ഈ ആധാരം കൊണ്ടുപോയി വെച്ചപ്പോ ഇവർക്ക് ഈ ട്രസ്റ്റിന്, അതായത് ഇമാം റാസി ചാരിറ്റബിൾ ട്രസ്റ്റ്, അതിന് കൊടുക്കുന്ന കത്താണ്. ഈ കത്ത് പറയുന്നത് നിങ്ങൾക്ക് ഗ്യാരണ്ടി അനുവദിച്ചിരിക്കുന്നു എന്നാണ്. അനുവദിക്കാൻ കാരണം എന്താ? മർക്കസ് കോംപ്ലക്സിന്റെ ആധാരങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് അവർ ഗ്യാരണ്ടി അനുവദിച്ചു. ഈ ഗ്യാരണ്ടി അനുവദിച്ചതനുസരിച്ച് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ ആളുകൾ പരിശോധനയ്ക്ക് വരികയും എന്നിട്ട് അവിടെ അംഗീകാരം കിട്ടാൻ വേണ്ടി അടുത്താവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ ഇതിൽ പണയം വെക്കലില്ല, പലിശ ഇടപാടില്ല, ഇങ്ങനത്തെ ഒന്നുമില്ല. ഈ ഒരു ഗ്യാരണ്ടി കൊടുക്കൽ മാത്രം. അതുകൊണ്ട് മർക്കസിന് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട്. അതിനുവേണ്ടി അല്ലാതെ കാന്തപുരം ക്രോസിലേക്ക് വിട്ടടിക്കാനൊന്നുമല്ല. അങ്ങനെ ഈ പേപ്പറുകൾ അവിടെ കൊണ്ടുപോയി വെച്ചു. അങ്ങനെ വെച്ചതിന് ശേഷം പിന്നീട് ഈ പറഞ്ഞ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സെക്രട്ടറി അബൂബക്കർ ഹാജിയും വൈസ് ചെയർമാൻ ഖാലിദ് ഹാജിയും ഈ 2 ആളുകളെയും പുറമെ നിന്ന് മർക്കസിന്റെ ശത്രുക്കളായ ചില ആളുകൾ ചാക്കിട്ട് പിടിക്കുകയും, അതിന്റെ പുറമെ ഈ അബൂബക്കർ ഹാജി നേരത്തെ തന്നെ ഒരു നല്ല കള്ളനായിരുന്നു എന്ന് പിന്നെയാണ് ബോധ്യപ്പെട്ടത്. അയാളാണ് സെക്രട്ടറി. ബാക്കി നമ്മളൊരു പ്രത്യേകം ഗ്രൂപ്പിന്റെ ആക്കിയിട്ടൊന്നല്ല ഉണ്ടാക്കിയത്. ഇതിലെല്ലാ ആളുകളുണ്ട്, പക്ഷേ ബഹുഭൂരിപക്ഷവും നമ്മെ അനുകൂലിക്കുന്നവരും സ്വാധീനിക്കുന്നവരുമായ ആളുകളാണ്. നമ്മൾക്ക് സ്വാധീനമുള്ളവരുമാണ്. അതാണ് ഇന്നും ഈ ട്രസ്റ്റിൽ ആർക്കും കംപ്ലൈന്റ് ഇല്ലാത്തത്.
16 ആളുകൾക്ക് ഒരു കംപ്ലൈന്റും ഇല്ലാതെ ഉറച്ചു നിൽക്കുന്നതിന്റെ കാരണം അതാണ്. അങ്ങനെ ഈ ഖാലിദ് ഹാജി നേരത്തെ ചെമ്മാട് പള്ളിയൊക്കെ ഉണ്ടാകുമ്പോൾ സജീവമായി രംഗത്തുള്ള ആളായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം പണം കണ്ടതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെയും അബൂബക്കർ ഹാജിയെയും ചിലർ ചാക്കിലാക്കി. എന്നിട്ട് പിന്നിൽ നിന്ന് ധാരാളം ഓഫറുകളും ധാരാളം കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. എന്തായാലും കാന്തപുരം വിഭാഗത്തിന് ഇങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാകുന്നത് ഏതെങ്കിലും നിലക്ക് തടയിടണം, മുസ്ലിം സമുദായത്തിന് കിട്ടുമെന്നോ എത്തിക്കുട്ടിയോ കിട്ടുമെന്നോ അല്ല ചിന്തിച്ചത്. കാന്തപുരത്തിന്റെ കെയറോഫിൽ അങ്ങനെ ഒന്നും ഉണ്ടാകരുത് എന്ന നിർബന്ധം ഉള്ള സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ഈ രണ്ടാളുകളെ ചാക്കിലിട്ടു. ഇവര് രണ്ടാളും മർക്കസ് കമ്മിറ്റി അറിയാതെ, ഈ ട്രസ്റ്റിന്റെ ചെയർമാൻ റഹീം സാഹിബ് അറിയാതെ, അദ്ദേഹം ഒപ്പിടാതെ വാസ്തവത്തിൽ ബാങ്കിൽ നിന്ന് ഒരു കാശ് എടുക്കാൻ പാടില്ല. പക്ഷേ ട്രസ്റ്റിന്റെ പേരിൽ ഒരു കൃത്രിമ രേഖയുണ്ടാക്കി. ആ കൃത്രിമ രേഖയിൽ ഈ ഖാലിദ് ഹാജിക്ക് ഒപ്പിടാൻ അധികാരം കൊടുത്തു എന്ന് റഹീം സാഹിബ് എഴുതുന്നത് പോലെ ലെറ്റർ ഉണ്ടാക്കി. അയാളെ കള്ള ഒപ്പിട്ട്, നേരത്തെ ജഡ്ജിന്റെ കള്ളൊപ്പിട്ടെന്ന് ജഡ്ജി പറഞ്ഞത് ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. മനസ്സിലാക്കി. ഏത് ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ പേരിൽ കള്ളൊപ്പിടുന്നതായിരിക്കും അതിന്റെ റഹീം സാഹിബ് വലിയ വിഷയം. അങ്ങനെ കള്ള ഒപ്പിട്ടിട്ട് റഹീം സാഹിബിന്റെ പേരിലും കള്ള ഒപ്പിട്ട്, എന്നിട്ട് ആ കള്ള ഒപ്പിട്ട റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ബാങ്കുകാർക്ക് കൊടുത്തു. ബാങ്കുകാരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നന്നായിട്ട് വേറെ ചില സംഗതികളൊക്കെ അവരെ കൈവശപ്പെടുത്താൻ വേണ്ടി അതും കൊടുത്തു. അങ്ങനെ ബാങ്കിനെ സ്വാധീനിച്ച് വലിയ ഒരു തുക ഖാലിദ് ഹാജിയും അബൂബക്കർ ഹാജിയും കൂടി അവരുടെ സ്വന്തം പേഴ്സണൽ അക്കൗണ്ടിലേക്ക് അവർ വലിച്ചു. ഈ ഗ്യാരണ്ടിയിൽ തന്നെ അവർക്ക് അങ്ങനെ ഒരു പണം കൊടുക്കാൻ ബാങ്ക് കൂട്ടുനിർത്തു. അങ്ങനെ കൂട്ടുന്നതിന്റെ പേരിൽ ഇപ്പോൾ ബാങ്കിൽ സംഖ്യ കൊടുക്കാനുണ്ട്. അതിന് പൂർണ്ണമായ ഉത്തരവാദികൾ ഇവരാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നേരത്തെ പറഞ്ഞ പോലെ പുറയുന്ന കട്ടുണ്ടോ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് കോടതിയെ സമീപിക്കാം. അങ്ങനെ കോടതിയെ സമീപിച്ചു, ഹൈക്കോടതിയെ സമീപിച്ചു, പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചു, അങ്ങനെ പലരെയും സമീപിച്ചു. അങ്ങനെ ഇപ്പോൾ അതിന്റെ അന്വേഷണം പൂർത്തിയായി. 100ഓളം ആളുകളെ ചോദ്യം ചെയ്തു, 120ഓളം രേഖപരിധി. അങ്ങനെ പരിശോധിച്ചിട്ട് ഈ അബൂബക്കർ ഹാജി കള്ളനാണെന്നും ഈ ഖാലിദ് ഹാജി കട്ടതാണെന്നും അബൂബക്കർ ഹാജി കട്ടതാണെന്നും സംഖ്യ ചെലവഴിച്ചിട്ടില്ല എന്നും സംഖ്യ മർക്കസിന്റേത് പിൻവാതിലൂടെ വലിച്ചതാണെന്നും ആ സംഖ്യ വലിച്ചതിന് ഇവരാരും റഹീം സാഹിബ് മറ്റോ ഉത്തരവാദിയല്ലെന്നും നമ്മളെ ആളുകളുടെ പൈസ അവർ കട്ടതാണെന്നും വ്യക്തമായി തെളിഞ്ഞു. ഈ പൈസ കട്ടതിന് ഉത്തരവാദി കാന്തപുരല്ല, പണയം വെച്ചതല്ല, പിന്നെ പലിശക്ക് കൊടുത്തതുമല്ല, പലിശ വാങ്ങിയതുമല്ല, പലിശ കൊടുത്തതുമല്ല. ഇത് വളരെ വാസ്തവമാണ്.